ഹലോ ഓഡിബിൾ അല്ലേ? അതെ, ഓഡിബിളാണ്. ഓക്കെ. അപ്പോ ഫാക്കൽറ്റി ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജസിന്റെ അണ്ടറിന്ന് ലാംഗ്വേജസിനെ കുറിച്ച് സെലീലാണ് പറയാ. അപ്പൊ ഇനി സെലീൽ വരുമ്പോൾ അതിനെ കുറിച്ച് പറയും. എനിക്ക് മെയിനായിട്ട് ഞാനിതിൽ 9 ഡിപ്പാർട്ട്മെന്റ് വരുന്നതിൽ മെയിൻ ആയിട്ടുള്ള 2 ഡിപ്പാർട്ട്മെന്റ് ലാംഗ്വേജസ് ഒഴിച്ചുള്ള ബാക്കി 2 ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് ഹിസ്റ്ററിയും രണ്ടാമത്തത് ഇസ്ലാമിക് സ്റ്റഡീസും ആണ്. സോ ഞാൻ ഈ 2 ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് പറയാം. അതായത് നമുക്ക് എൻട്രൻസ് മോഡ് 2 രീതിയിലാണ് കഴിഞ്ഞ ഇയർ വരെ യു ജിയിൽ ഉണ്ടായിരുന്നത്. അതായത് ഇപ്പം ഹിസ്റ്ററി പോലുള്ള ചില സബ്ജക്ട്സിന് സി യു ടി അണ്ടറിലാണ് എൻട്രൻസ് കഴിഞ്ഞ ഇയർ വരെ ഉണ്ടായിരുന്നത്. അതായത് സി യു ടിന്റെ ഇതിൽ എൻ ടി എന്റെ സി യു ടിന്റെ പോർട്ടലിൽ രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം ജാമ്യന്റെ പോർട്ടലിൽ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുത്ത് ആ ഒരു രീതിയിൽ സി യു ടിന്റെ എൻ ടി എ ഗൈഡ് ലൈൻസ് പ്രകാരമായിരുന്നു സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഇയർ മുതൽ ഹിസ്റ്ററിന്റെ എൻട്രൻസ് മോഡ് ജാമ്യന്റെ ഓൺ എൻട്രൻസ് ആണ് ഹിസ്റ്ററിക്ക് ഉണ്ടാവുക. അപ്പം എം എ കഴിഞ്ഞ ഇയർ മുതൽ തന്നെ ജാമ്യന്റെ ഓൺ എൻട്രൻസ് ആണ്. കഴിഞ്ഞ ഇയർ മുതലല്ല, മൊത്തത്തിൽ എം എ ഓൺ എൻട്രൻസിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ബി എ കഴിഞ്ഞ ഇയർ വരെ സി യു ടിന്റെ അണ്ടറിൽ നടന്നിരുന്നു. ഈ ഇയർ മുതൽ ഇനി ജാമ്യന്റെ ഓൺ എൻട്രൻസിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ ഇസ്ലാമിക് സ്റ്റഡീസിന്റെ എൻട്രൻസ് മോഡ് നോക്കുകയാണെങ്കിൽ ഒരു ബി എ ലെവലും എം എ ലെവലും ജാമ്യന്റെ ഓൺ എൻട്രൻസ് ആണ് നടക്കുന്നത്. ഇനി എക്സാം സെന്റർ പറയുമ്പം മുസിന മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യം ഹിസ്റ്ററിക്ക് നാട്ടില്, അതായത് കാലിക്കറ്റില് ഒരു മൾട്ടി സെന്റർ വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ചോയ്സ് നമുക്ക് എന്ത് ചെയ്യാം, കാലിക്കറ്റ് കൊടുക്കാം. സെക്കൻഡ് ചോയ്സ് നമുക്ക് ഡൽഹി എന്തായാലും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം മൾട്ടി സെന്റർ വരുന്ന ഒരു ഫാക്കൽറ്റിയാണ് ഹിസ്റ്ററി. അതേപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റഡീസ് ഇവിടെ ഉള്ളൂ. ഹിസ്റ്ററി അറബിക്കും ഫാക്കൽറ്റി ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ലാംഗ്വേജസിന്റെ അണ്ടറിൽ ഹിസ്റ്ററിയും അതേപോലെ തന്നെ അറബിക്കും നാട്ടിൽ സെന്റർ വരുന്നുണ്ട്. ഇനി എൻട്രൻസ് ടെസ്റ്റ് സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിസ്റ്ററിയിൽ കഴിഞ്ഞ പ്രാവശ്യം എൻ ടി എന്റെ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള സി യു ടിന്റെ ഹിസ്റ്ററിന്റെ സിലബസ് ആയിരുന്നു ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്രാവശ്യം മുതൽ ജാമ്യന്റെ ഓൺ എൻട്രൻസ് ആയതുകൊണ്ട് തന്നെ ഹിസ്റ്ററിക്ക് അതിൻ്റെതായിട്ടുള്ള ഓൺ സിലബസ് ഉണ്ട്. അപ്പം 100 മൾട്ടിപ്പിൾ ചോയ്സ് അഥവാ MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഹിസ്റ്ററിക്ക് ഇപ്രാവശ്യം ബി എ ലെവലിൽ ഉണ്ടാവുക. അതേ ഇത് നോക്കുകയാണെങ്കിൽ എം എ ലെവലില് നമുക്ക് പാർട്ട് എ അഥവാ 40 MCQ പാർട്ടും, പിന്നെ അതേപോലെ തന്നെ പാർട്ട് ബിയിൽ 60 സബ്ജക്റ്റീവ് അഥവാ റിട്ടേൺ പാർട്ടാണ് ഉള്ളത്. ഇതാണ് എം എ അല്ലെങ്കിൽ ബി എ എൻട്രൻസ് ടെസ്റ്റ് ഒരു പാറ്റേൺ വരുന്നത്. ഇനി ഇസ്ലാമിക് സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ പാർട്ട് എ അഥവാ പാർട്ട് ബി ഇതേപോലെ 2 സെക്ഷൻസ് ആയിട്ട് തിരിച്ചുകൊണ്ട് 100 മാർക്സിൽ MCQ, അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട്, ഇങ്ങനെയാണ് ഇസ്ലാമിക് സ്റ്റഡീസിന്റെ എൻട്രൻസ് ടെസ്റ്റ് സിലബസ് വരുന്നത്. ഇനി നമുക്ക് സി യു ടിന്റെ കഴിഞ്ഞ വർഷത്തെ PYQ ആണ് നമ്മൾ കഴിഞ്ഞ ഇയർ വരെ ഹിസ്റ്ററിക്കൊക്കെ നോക്കിയിരുന്നത്. പക്ഷെ ഈ പ്രാവശ്യം മുതൽ നമുക്ക് ജാമ്യന്റെ ഓൺ എൻട്രൻസ് ആയതുകൊണ്ട് തന്നെ PYQ നോക്കിയിട്ട് അതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. 2-3 ഇയർ ആയിട്ട് സി യു ടിന്റെ അണ്ടറിലാണുള്ളത്. പക്ഷെ ഹിസ്റ്ററിന്റെ പാറ്റേൺ ഇതിലും മുന്നേ ഒരു 3 വർഷം മുന്നുള്ള ഒരു പാറ്റേൺ എങ്ങനെ നോക്കിയതിനനുസരിച്ചാണ് അതിനനുസരിച്ചാണ് നമ്മൾ ഇപ്രാവശ്യം എന്ത് ചെയ്യേണ്ടത്, ജാമ്യന്റെ എക്സാം പാറ്റേൺ നോക്കേണ്ടത്. ഇനി 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 മെയിൻ ആയിട്ട് നമ്മൾ ജാമ്യന്റെ കോഴ്സ് അഥവാ ഹിസ്റ്ററി അഥവാ ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ഈ കഴിഞ്ഞ ഇയർ മുതൽ UG 4 ഇയർ, അതായത് 8 സെമസ്റ്ററോട് കൂടിയുള്ള 4 ഇയർ കോഴ്സാണ് UGയിൽ വരുന്നത്. UGന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് ഹിസ്റ്ററിക്ക് 9000 സംതിങ് ആണ്. അതേപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റഡീസിലും 9000 സംതിങ് ആണ് വരുന്നത്. ഇനി MA നോക്കുകയാണെങ്കിൽ MA യിലും സെയിം ഫീ സ്ട്രക്ചർ സെയിം ആണ് MA ക്കും BA ക്കും വരുന്നത്. ഇനി സീറ്റിന്റെ ഒരു അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിസ്റ്ററിൻ്റെത് ഹിസ്റ്ററി അഥവാ ഇസ്ലാമിക് സ്റ്റഡീസ് BA ലെവലില് 60 സീറ്റ്സ് ആണ് ഉള്ളത്. പക്ഷെ MA ഹിസ്റ്ററിയിൽ 50, അതേപോലെ തന്നെ MA ഇസ്ലാമിക് സ്റ്റഡീസിൽ 30. ഈ രീതിയിലാണ് സീറ്റ് അലോക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമ്മൾ ഒരു ജനറൽ കാര്യം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് മൊത്തത്തിൽ ഒന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2010 ഒക്കെ വരെ JNU അഥവാ BHU പോലുള്ള യൂണിവേഴ്സിറ്റിന്റെ സെയിം ലെവലിൽ നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹിസ്റ്ററിക്ക് ഉണ്ടായിരുന്നത്. അതായത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം നല്ല നല്ല കുറെ ഫാക്കൽറ്റീസും പ്രൊഫസേഴ്സും ഒക്കെ റിട്ടയർഡ് ആയി അഥവാ ഒരു ഇറങ്ങി, അതിനുശേഷം ഇപ്പൊ പുതിയ ഫാക്കൽറ്റീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതൊരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് ഇപ്പൊ ഉള്ളത്.
പിന്നെ കോഴ്സസിന്റെ സിലബസ് മാറിയിട്ടുണ്ട്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അഥവാ NEP പ്രകാരമുള്ള സിലബസ് ആണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ഉള്ളത്. കുറച്ച് ഹെക്ടിക് ആണ്. അതായത് മുന്നേ നമ്മളൊക്കെ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇയർ ബാച്ച് ആണ്. പക്ഷെ ഇപ്രാവശ്യം 4 ഇയർ ബാച്ച് ആയതുകൊണ്ട് സിലബസ് കുറച്ച് ഹെക്ടിക് ആണ്. അപ്പോൾ കുറച്ചും കൂടി വേർത്ത് ആണെന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും ഫീനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് ചോദിക്കാം. ബാക്കി ലാംഗ്വേജസിനെ കുറിച്ച് സലീൽ നിങ്ങൾക്ക് പറഞ്ഞുതരും.